നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം. റോഷിപാൽ നമുക്കൊപ്പം ഉണ്ട്. റോഷിപാൽ, ഇപ്പോൾ അൽ-അമീൻ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം നോർക്കയുടെയും നേതൃത്വത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു വരികയായിരുന്നു. നോർക്കയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് വെച്ചുണ്ടായ അപകടമാണ്. അവിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുക, മറ്റ് സഹായം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കൺട്രോൾ റൂം അടക്കം ഇന്നലെ തന്നെ ആക്റ്റീവ് ആയിരുന്നു. റോഷിപാൽ, ഇപ്പോൾ പരിക്കേറ്റവരുടെ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ടോ? നോർക്കയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? സുജയ, കുവൈത്തിൽ പ്രവർത്തിക്കുന്ന നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും തിരുവനന്തപുരത്തെ നോർക്ക ആസ്ഥാനത്ത് അവസാനം ലഭിച്ച വിവരമനുസരിച്ച് മരിച്ച 22 മലയാളികളെ തിരിച്ചറിഞ്ഞു എന്നതാണ്. 12 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. അവർ അവിടെ കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇവരുടെ ചികിത്സ അവിടെ തന്നെ തുടരും. കാരണം ഈ പരിക്കേറ്റവരെ നാട്ടിലേക്ക് മാറ്റാനുള്ള സാഹചര്യം നിലവിലില്ല. സാരമായി ഉള്ള പരിക്ക് തന്നെയാണ് ഇവർക്കൊക്കെ. അതുകൊണ്ട് അവിടെ ചികിത്സ തുടരും. മറ്റൊന്ന്, മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള, അതിനാണ് നോർക്ക അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആയാലും അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. 15 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചറിഞ്ഞ മുഴുവൻ ആളുകളുടെയും പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി. മറ്റ് നടപടിക്രമങ്ങൾ മുഴുവൻ കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്രത്തിൽ അതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഒപ്പം മന്ത്രിയും അതുപോലെ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും അവിടെ എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരുപക്ഷെ ഇന്ന് അർദ്ധരാത്രിയോടെ തന്നെ മൃതദേഹങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും നോർക്ക അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ അതിവേഗത്തിൽ തന്നെ അവിടെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിന് പുറമെ അവർ എംബസിയുടെ സഹായത്തോടെ കുവൈറ്റ് സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. മറുഭാഗത്ത് വിവിധ സംഘടനകളുണ്ട്. പ്രവാസി സംഘടനകൾ, KMCC അടക്കമുള്ള പ്രവാസി സംഘടനകൾ, അവരുടെ ഇടപെടലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ചികിത്സയിൽ ഉള്ളവരുടെ കാര്യത്തിലായാലും മരിച്ചവരുടെ മൃതദേഹം എത്തിക്കുന്ന കാര്യത്തിലായാലും വേണ്ട സമ്മർദ്ദവും അല്ലെങ്കിൽ അതൊക്കെ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള അതിന്റെ കുവൈത്ത് സർക്കാരിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നോർക്ക പങ്കുവെക്കുന്നത്. ഏതായാലും അവിടെയുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ആസ്ഥാനത്ത് കുവൈത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ആസ്ഥാനത്തേക്ക് കൃത്യമായി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.